നവ്യ നായരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ. അപ്പം അതിൽ ആൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ തനിയെ ട്രാവൽ ചെയ്യുന്നതിൻ്റെയും തനിയെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിൻ്റെയൊക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള റീസണെ പറ്റി. കാരണം ഇന്ന് നവ്യ നായർ ആരെങ്കിലുമൊക്കെയാണ്, അതുകൊണ്ടാണ് കുറേ പേര് നവ്യയുടെ ചുറ്റുമുള്ളത്. പക്ഷേ ഒന്നും അല്ലാതിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സമയം വരും, അപ്പം നമുക്ക് ആരെയും ആശ്രയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അന്ന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും, ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമുക്ക് പറ്റില്ല. സോ ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഇപ്പോഴേ ട്രെയിൻ ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞ്, എന്തായാലും ഞാൻ ആ ട്രെയിനിങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ വീണ്ടും ഒരു സോളോ ഡേറ്റിന് പോവാണ്. അപ്പോൾ ഇത്തവണ കുറച്ചും കൂടി ഏരിയ ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ഞാൻ കുറച്ച് വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് പോയത്. അപ്പോൾ ഇത്തവണ കുറച്ചും കൂടി ദൂരം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഫോറം മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. ഇതുവരെ ഞാൻ ഫോറം മാളിൽ പോയിട്ടില്ല. അപ്പം എൻ്റെ മൈൻഡിൽ ഒരു സാധനമുണ്ട് കഴിക്കാനായിട്ട്, ചുരോസ് കഴിക്കണം എന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഞാൻ ഏതോ വീഡിയോ കണ്ടപ്പം ഫോറം മാളിൽ ആ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ചെന്നു. ആദ്യം തന്നെ കുറച്ചൊരു ബുക്ക് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ബുക്ക് ഷോപ്പല്ല, ആക്ച്വലി സ്റ്റോൾ പോലെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ ബുക്സൊക്കെ നോക്കി, പക്ഷേ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. എല്ലാം ജസ്റ്റ് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ നേരെ ആദ്യം പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. പിന്നെ എനിക്ക് ഷോപ്പിങ്ങിൻ്റെ ഇതൊന്നുമില്ല, ഞാൻ ഒന്നും വാങ്ങിക്കാമെന്ന് വിചാരിച്ചല്ലോ, ഓൺലി ഫുഡ്. അങ്ങനെ ഞാൻ ഈ ചുരോ ഷോപ്പ് തപ്പി ഒരു ഫുൾ റൗണ്ട് അടിച്ചു. ഇതിവിടെ എങ്ങും കണ്ടില്ല. പിന്നെ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ, പിന്നെ ഈ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അങ്ങനെ എൻഡിൽ തന്നെ ടാക്കോ ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. അപ്പം ഞാൻ ടാക്കോസ് കഴിച്ചിട്ടില്ല. അപ്പം അവിടെ ചെന്നിട്ട് അവരുടെ അടുത്ത് ടാക്കോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എങ്ങനത്തെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പോൾ അതും ഞാൻ മൊത്തത്തിൽ ബ്ലാങ്കായിപ്പോയി. പിന്നെ ഞാൻ കണ്ടൊരു സാധനം ഞാൻ പറഞ്ഞു. തൊട്ടടുത്ത് ഫലൂഡ നേഷനിൽ നിന്നൊരു കോൾഡ് കോഫിയും പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടും എനിക്ക് ഈ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആരെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ധൈര്യം സംഭരിച്ച് അതൊക്കെ എടുത്തു. അപ്പോൾ ഈ ടാക്കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രഞ്ചി ആട്ടോ പറഞ്ഞു, എനിക്കൊരു സോഫ്റ്റ് വേർഷനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു പൂരിയുടെ ഒക്കെ ഉള്ളിൽ നമ്മൾ സ്റ്റഫിങ് ഒക്കെ വെച്ചാൽ അങ്ങനെ ഇരിക്കും, കടിക്കുമ്പോൾ നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സാലഡ്. കൊള്ളാട്ടോ, നമ്മളൊരു വൺ ടൈം സ്നാക്കൊക്കെ ആയിട്ട്. ഭയങ്കര ഫില്ലിംഗ് ഒന്നും അല്ല, പക്ഷേ ഇറ്റ്സ് നൈസ്, അത്രേ ഉള്ളൂ. ഞാൻ ചുരോസ് എവിടെയാണ് ആ ഷോപ്പ് എന്നുള്ളത് ഞാൻ ആ ഫലൂഡ നേഷനിലെ കുട്ടിയോട് നിന്ന് ചോദിച്ച് ഞാൻ ചെന്നു, സംഭവം കഴിച്ചു കേട്ടോ. ആൻഡ് അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞിട്ട് തന്നെയുള്ള ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇത് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. സംഭവം കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെ 3 പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഭയങ്കര സ്വീറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ചുരോസ് ഇറ്റ് സെൽഫ് ഒരു ചെറിയൊരു സ്വീറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ സോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ വാങ്ങിച്ചതൊരു കാരമലിൻ്റെ ഒരു സോസും പിന്നെ ചോക്ലേറ്റ് സോസ് അതിൻ്റെ കൂടുതൽ ഡിഫോൾട്ടായിട്ട് വരുന്ന കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 3 ഉണ്ടായിരുന്നില്ല, 3 പെട്ടെന്ന് തീർന്നു പോയാലും തോന്നി. നമുക്ക് വേറെയും അതിൻ്റെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സോസ് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ബൈറ്റ്സ് ആയിട്ടും അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് വരുന്ന വഴി വൈറ്റിലയിൽ മെട്രോയുടെ അവിടെ വീണ്ടും കുറേ ബുക്സ് കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച ബുക്സൊക്കെ എനിക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ റേറ്റ് കുറവ് കിട്ടി. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലം മാറും. എപ്പോഴും ഇപ്പോൾ വൈറ്റിലയുടെ നമ്മുടെ മെട്രോയുടെ അവിടെയാണെങ്കിൽ ഹബ്ബിൻ്റെ അവിടെയാണ് അവരുള്ളത്. പിന്നീട് ഇനി MG റോഡിലേക്കൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ പോയി മേടിച്ചോട്ടോ. നല്ല ഫീസിബിളായിട്ട് നല്ല റേറ്റ് കുറവാണ് അവിടെ കമ്പാരിറ്റീവ്ലി. 100 രൂപയ്ക്കും 150 രൂപയ്ക്കും ഒക്കെ ബുക്സ് ഉണ്ട്, പേപ്പർ ബാക്ക് കവേഴ്സ് ഉള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കുറേ ബുക്സൊക്കെ വാങ്ങിച്ച് ഞാൻ എൻ്റെ സോളോ ഡേറ്റ് വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. കാരണം നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഒരു സിമ്പിൾ സാധനമാണ്, പക്ഷേ പോയി നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ചലഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒറ്റയ്ക്ക് ഒരാളില്ല ചോദിക്കാനായിട്ട്, എന്ത് ചോദിക്കണമെങ്കിലും പറയണമെങ്കിലും തനിയെ ചെയ്യണം. അപ്പം പോകുന്നവരുണ്ടെങ്കിൽ ഗുഡ്, പക്ഷെ അങ്ങനെ പോകാത്തവർ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ബി നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ ശരി, വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.